യെസ്, ഡൽഹിയിൽ നിന്ന് നിർമ്മാൺ ഭവനിൽ നിന്ന് PR അരവിന്ദും ലേഡി ഇർവിൻ സ്കൂളിൽ നിന്ന് D ധനസുബോധും ചേരുന്നുണ്ട്. ആദ്യം അരവിന്ദിലേക്ക്. അരവിന്ദ്, രാവിലെ തന്നെ പോളിംഗ് എങ്ങനെയുണ്ട്? പ്രമുഖരെല്ലാം വോട്ട് രേഖപ്പെടുത്തിയോ? തന്നെ ഭേദപ്പെട്ട പോളിംഗ് ആണ് ഡൽഹിയിലെ വിവിധയിടങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. 9:30 കൂടിയായിരിക്കും ആദ്യത്തെ പോളിംഗ്. 2 മണിക്കൂറിലെ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ നിർമ്മാൺ ഭവനിലാണ്. 8:15 കൂടി തന്നെ കോൺഗ്രസ് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. പിന്നാലെ ഇപ്പോൾ ന്യൂഡൽഹിയിലെ BJP സ്ഥാനാർത്ഥിയായ പർവേഷ് വർമ്മ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം അല്പസമയത്തിനകം പുറത്തിറങ്ങുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് ഡൽഹിയിൽ നടക്കുന്നത്. ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്നുവെന്ന് തന്നെ വ്യക്തമാക്കുന്നു. 2020 കണക്കുകൾ നോക്കിയാൽ ഏകദേശം 63% പോളിംഗ് ആയിരുന്നു 2020 രേഖപ്പെടുത്തിയത്. 2015 അത് 66-ും 67-നും ഇടയിലായിരുന്നു. എന്തായാലും ഇത്തവണയും സമാനമായ രീതിയിൽ 60-നും 70-നും ഇടയിൽ ഒരു പോളിംഗ് ശതമാനം എത്തുമെന്നാണ് ഒരു വിലയിരുത്തലുള്ളത്. അതേസമയം ചില ആരോപണങ്ങൾ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഉയർത്തുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള പോലീസ് സാന്നിധ്യം ഉണ്ട് എന്നതാണ് ഇപ്പോൾ ഒരു വിമർശനം ആം ആദ്മി പാർട്ടി ഉയർത്തുന്നത്. ഇപ്പോൾ ന്യൂഡൽഹി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി പർവേഷ് വർമ്മ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം കുടുംബസമേതമാണ് വോട്ട് രേഖപ്പെടുത്തുവാൻ നിർമ്മാൺ ഭവനിലേക്ക് എത്തിയത്. ഈ നിർമ്മാൺ ഭവനിൽ തന്നെയാണ് കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിക്കും വോട്ടുള്ളത്. സോണിയാഗാന്ധി 11:30 കൂടി ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ന്യൂഡൽഹി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. ഈ ന്യൂഡൽഹി മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്നവർ ആരായാലും അവർ മുഖ്യമന്ത്രിയാകും എന്നൊരു വിലയിരുത്തലിലാണ് നേരത്തെ വിദഗ്ധരടക്കം മുന്നോട്ട് പോയത്. കാരണം ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളാണ്. കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രിയായ ഷീലാ ദീക്ഷിത്തിന്റെ മകനായ സന്ദീപ് ദീക്ഷിത്തും അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പർവേഷ് വർമ്മയുമാണ്. ഈ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രചാരണങ്ങളും അതുപോലെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളുമാണ് പാർട്ടികൾ നടത്തിയിരുന്നത്. എന്തായാലും ഈ ദിവസവും ഈ വോട്ടെടുപ്പ് ദിവസവും സമാനമായ രീതിയിലുള്ള ആരോപണങ്ങൾ തുടരുകയാണ്. അതിലും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലീസ് സാന്നിധ്യം, അമിതമായ പോലീസ് സാന്നിധ്യം ഉണ്ടെന്നാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഉയർത്തുന്ന ഒരു ആരോപണം എന്നത്. പ്രായമായവർക്ക് പോലും ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ കഴിയുന്നില്ല. അവർക്ക് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എന്നതാണ് ഇപ്പോൾ ഒരു ആരോപണം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും ഇതുകൂടാതെ തന്നെ 2 ആം ആദ്മി പാർട്ടി MLA-മാർക്കെതിരെയും ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. ഒരു വനിതയോട് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് ദിനേശ് മെഹാനി എന്ന ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോൾ നിലവിലുള്ള MLA-ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ മുൻ അമാനുത്തുള്ള ഖാനെതിരെയും മാതൃകാ പെരുമാറ്റ ചട്ടം സ്ഥാനാർത്ഥിയുടെ वासियों से कहूंगा कि मतदान करने जरूर निकलें. ये आपके भविष्य का ही मतदान है, आपके भविष्य का चुनाव है, इसलिए सोच समझकर फैसला लें. और हमको मोदी जी के साथ में मिलकर दिल्ली में बहुत सारे काम करने हैं. इस बार बहुत सारे मुद्दे उठे हैं. आप देखें दिल्ली में खासकर पोल्यूशन का मुद्दा बहुत उठा, यमुना पोल्यूशन का. तो क्या आपको लगता है इन सब मुद्दों पर दिल्ली की जनता आज के बाद में केवल विकास का मुद्दा रहेगा, आज के बाद में यमुना मैया की सफाई का मुद्दा रहेगा, आज के बाद में പ്രതികരണങ്ങൾ എടുക്കുകയാണ്. D ധനസുബോധ് ചേരുന്നുണ്ട്. ധനസുബോധ്, ഡൽഹി തുടർഭരണം മാത്രമാണ് ആം ആദ്മിയുടെ ലക്ഷ്യം. കാരണം അഭിമാന പോരാട്ടം കൂടിയാണ്. ഈ കഴിഞ്ഞ കാലം നമ്മൾ കണ്ടതാണ്. ജയിലിൽ വരെ പോയി തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം കേജ്രിവാളിനുണ്ടാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പിടിച്ചു വെക്കുക എന്നുള്ളത് വലിയ ശക്തമായിട്ടുള്ള ഒരു ആവശ്യം കൂടിയാണ്. മറ്റൊന്ന്, 28 വർഷത്തിന് ശേഷം BJP ഡൽഹി പിടിക്കുക, അതിന് എന്ത് തന്ത്രവും പയറ്റാമെന്ന തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലെല്ലാം നമ്മളത് കാണുകയും ചെയ്തു. വീണ്ടും 2 ടേമിന് ശേഷം തിരിച്ചെത്താൻ കോൺഗ്രസ് ആ നില മെച്ചപ്പെടുത്തും എന്നുള്ള പ്രതീക്ഷ കൂടിയാണ് അവിടെ നിന്ന് നേതാക്കളൊക്കെ നേരത്തെയൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ രാവിലത്തെ ഒരു പോളിംഗ് ഒക്കെ കഴിയുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മനീഷ് സിസോദിയ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസ വിപ്ലവം ജയിക്കുമെന്നാണ്. അതായത് ഈ സ്കൂളുകളിൽ, ഈ സർക്കാർ സ്കൂളുകളിൽ അടിമുടി മാറ്റമാണ് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ വരുത്തിയത്. മാത്രമല്ല ജനങ്ങൾക്ക് സൗജന്യമായി തന്നെ കുടിവെള്ളവും വെളിച്ചവും എത്തിച്ചു, യാത്രാ സൗജന്യമാക്കി. ഈ തരത്തിലുള്ള സൗജന്യം തുടരണമെങ്കിൽ ആം ആദ്മി അധികാരത്തിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഭാര്യ സീമ സിസോദിയയുമായിട്ടാണ് എത്തി വോട്ട് രേഖപ്പെടുത്തിയത്. ഈ ബൂത്തിൽ
ഇവിടെ ലേഡി ഇർവിൻ കോളേജിൽ രണ്ട് പ്രമുഖരായ വോട്ടർമാരാണുള്ളത്. ഒന്ന് ഉപമുഖ്യമന്ത്രി ഇപ്പോൾ വോട്ട് ചെയ്തു പോയ മനീഷ് സിസോദിയ, ഇതുപോലെ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹം വോട്ട് ചെയ്യാനായി ഒരു 11 മണിക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രപതി ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം നിരവധി ആളുകളാണ് മറ്റു പല ബൂത്തുകളിലേക്കും വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഔട്ടർ ഡൽഹിയിലാണ്, അതായത് ഡൽഹിയുടെ ഈ നഗര പ്രദേശത്തിന് മുകളിൽ പുറത്തുള്ള ബൂത്തുകളിലാണ് ഇപ്പോൾ കൂടുതലും വോട്ടർമാർ. വളരെ താഴെത്തട്ടിലുള്ള ആളുകൾ നിരന്തരമായി ഈ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ഈ ഏരിയ എന്ന് പറയുന്നത് തന്നെ ഒരു VIP ഏരിയയും വളരെ കുറച്ച് വോട്ടുകളുള്ള ഏരിയ മാത്രമാണുള്ളത്. അതുകൊണ്ട് ഇതിലേക്കുള്ളൊരു മന്ദഗതിയിലാണ് വോട്ട് വരുന്നത്. മാത്രമല്ല ഡൽഹി പലപ്പോഴും ഒരു വോട്ടിലേക്ക് ഉണർന്ന് എഴുന്നേൽക്കുന്നത് തന്നെ ഒരു 10 മണിയോടുകൂടിയാണ്. എങ്കിലും നമുക്കൊരു ഏതാനും മിനിറ്റുകൾക്ക് തന്നെ കഴിഞ്ഞ ഒരു 2 മണിക്കൂറിൽ എത്രത്തോളം വോട്ടിംഗ് ശതമാനം നടന്നു എന്നുള്ളൊരു കാര്യം അറിയാൻ പറ്റും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരു 9:15 കഴിഞ്ഞ ശേഷം പുറത്തുവിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ സമയത്ത് തന്നെ എത്രത്തോളം ആളുകളുടെ ഓരോ ബൂത്തുകളിലും എത്തുന്നു എന്നുള്ള ഒരു ശതമാന കണക്ക് അറിഞ്ഞാൽ തന്നെ ഈ ഒരു മത്സരം എങ്ങോട്ടാണ് പോകുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. BJP എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് തന്നെയാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. BJP എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അവരുടെ പ്രവർത്തകന്മാരെ വോളണ്ടിയർമാരായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ കേന്ദ്ര ബജറ്റിൽ 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഒഴിവാക്കിയതടക്കമുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി കാണുമെന്നാണ് BJP കരുതുന്നത്. ഏതായാലും ഭരണം തുടർന്ന് തന്നെ നിന്നില്ലെങ്കിൽ ഒരു നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം അരവിന്ദ് കെജ്രിവാളിന് അറിയാം. അതുകൊണ്ട് ആം ആദ്മിയും BJPയും ബലാബലമുള്ള ഒരു മത്സരം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്.